PSC എക്സ്പേർട്ടിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 8th സ്റ്റാൻഡേർഡിലെ നമ്മുടെ ഗവൺമെൻറ് എന്ന ചാപ്റ്ററിലെ പ്രധാന പോയിൻറ്റ്സ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മുടെ ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നിയമനിർമ്മാണ വിഭാഗവും നീതിന്യായ വിഭാഗവും കാര്യനിർവഹണ വിഭാഗവും കൂടിച്ചേർന്നതാണ്. നിയമനിർമ്മാണ വിഭാഗം നിയമങ്ങൾ നിർമ്മിക്കുന്നു, നീതിന്യായ വിഭാഗം നിയമങ്ങൾ വ്യാഖ്യാനിക്കുന്നു, കാര്യനിർവഹണ വിഭാഗം നിയമങ്ങൾ നടപ്പിലാക്കുന്നു. ഈ പിക്ചറിൽ കൊടുത്തിരിക്കുന്നത് 3 ചിത്രങ്ങളും ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഒന്നാമത്തെ ചിത്രം എന്ന് പറയുന്നത് ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭ സമ്മേളിക്കുന്ന പാർലമെൻറ്റ് മന്ദിരമാണ്. രണ്ടാമത്തെ ചിത്രം കാര്യനിർവഹണ വിഭാഗത്തിൻ്റെ ഭാഗമായിട്ടുള്ള രാഷ്ട്രപതിയുടെ ഔദ്യോഗിക വസതിയാണ്. എന്നാൽ മൂന്നാമത്തേത് നീതിന്യായ വ്യവസ്ഥയുടെ പരമോന്നത സ്ഥാപനമായിട്ടുള്ള സുപ്രീം കോടതിയുമാണ്. ഓക്കെ, ഗവൺമെൻറ്റിൻ്റെ ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കി. ഇന്ത്യയിലെ ഗവൺമെൻറ്റിൻ്റെ 3 ഘടകങ്ങൾ നൽകിയിരിക്കുന്ന ചാർട്ടിൻ്റെ സഹായത്തോടെ നമുക്ക് വിശകലനം ചെയ്യാം. ഇന്ത്യയുടെ ഗവൺമെൻറ് നിയമനിർമ്മാണ വിഭാഗം എന്ന് പറയുന്നത് രാഷ്ട്രപതി വരും. കൂടാതെ ലോക്സഭയും രാജ്യസഭയും ചേർന്നതാണ് നമ്മുടെ നിയമനിർമ്മാണ വിഭാഗം. കാര്യനിർവഹണ വിഭാഗത്തിലും രാഷ്ട്രപതി വരും. കൂടാതെ ഉപരാഷ്ട്രപതി വരും, പ്രധാനമന്ത്രി, മന്ത്രിസഭ, ഉദ്യോഗസ്ഥ വൃന്ദം ഇവരെല്ലാം ചേർന്നതാണ് നമ്മുടെ കാര്യനിർവഹണ വിഭാഗം. എന്നാൽ നമ്മുടെ നീതിന്യായ വിഭാഗം എന്ന് പറഞ്ഞാൽ നമ്മുടെ സുപ്രീം കോടതി, ഹൈക്കോടതി, ജില്ലാ കോടതികൾ, സബ് കോടതികൾ, മുൻസിഫ് കോടതികൾ, മജിസ്ട്രേറ്റ് കോടതികൾ ഇത്രയും വിഭാഗങ്ങളെയാണ് നമ്മുടെ നീതിന്യായ വിഭാഗം എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇന്ത്യയുടെ നിയമനിർമ്മാണ വിഭാഗം പാർലമെന്റ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. നമ്മുടെ നിയമനിർമ്മാണ വിഭാഗം അറിയപ്പെടുന്നത് നമ്മുടെ പാർലമെന്റ് എന്ന പേരിലാണ്. രാഷ്ട്രപതിയും ലോക്സഭ, രാജ്യസഭ എന്നീ 2 സഭകളും ഉൾക്കൊള്ളുന്നതാണ് ഇന്ത്യയിലെ പാർലമെന്റ്. രാഷ്ട്രപതി, ലോക്സഭ, രാജ്യസഭ ഇവരെല്ലാം ചേർന്നതാണ് നമ്മുടെ പാർലമെന്റ്. രാജ്യസഭ അറിയപ്പെടുന്നത് എന്ത് പേരിലാണ്? ഉപരിസഭ എന്നാണ് രാജ്യസഭ അറിയപ്പെടുന്നത്. ലോക്സഭ അധോസഭയെന്നും അറിയപ്പെടുന്നു. 2 സഭകൾ ഉള്ളതിനാൽ ഇതിനെ ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, നമുക്ക് ഡീറ്റെയിലിംഗ് ആയിട്ട് രാജ്യസഭയെക്കുറിച്ച് പഠിക്കാം. രാജ്യസഭയിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ 238 അംഗങ്ങളാണ്. നാമനിർദ്ദേശം ചെയ്യപ്പെട്ട അംഗങ്ങൾ 12 അംഗങ്ങളാണ്. സംസ്ഥാനങ്ങളുടെ കൗൺസിൽ എന്നാണ് രാജ്യസഭ അറിയപ്പെടുന്നത്. സംസ്ഥാനങ്ങളുടെ കൗൺസിൽ എന്നറിയപ്പെടുന്ന സഭ ഏതാണ്? എക്സാമിൽ ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. രാജ്യസഭയാണ്. രാജ്യസഭ ഒരു സ്ഥിരം സഭയാണ്. ഉപരാഷ്ട്രപതിയാണ് രാജ്യസഭയുടെ അധ്യക്ഷം വഹിക്കുന്നത്. അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ള ലോക്സഭയെ കുറിച്ചിട്ടാണ്. ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കുന്ന 543 അംഗങ്ങളാണ്. നാമനിർദ്ദേശം ചെയ്യപ്പെട്ട 2 അംഗങ്ങളും. ജനപ്രതിനിധി സഭ എന്നറിയപ്പെടുന്ന സഭയാണ് ലോക്സഭ. ഓക്കെ, ജനപ്രതിനിധി സഭ എന്നാണ് ലോക്സഭ അറിയപ്പെടുന്നത്. 5 വർഷമാണ് ലോക്സഭയുടെ കാലാവധി. സ്പീക്കറാണ് ലോക്സഭയുടെ അധ്യക്ഷം വഹിക്കുന്നത്, സ്പീക്കർ. ഓക്കെ, അപ്പോൾ രാജ്യസഭയെക്കുറിച്ചും ലോക്സഭയെക്കുറിച്ചും നന്നായി മനസ്സിലാക്കണം. ഓക്കെ, എല്ലാ സംസ്ഥാനങ്ങളുടെ കൗൺസിൽ എന്നൊക്കെ ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. അറിയപ്പെടുന്ന സഭ രാജ്യസഭയാണ്. സ്ഥിരം സഭയാണ് രാജ്യസഭ. അതിൻ്റെ അധ്യക്ഷൻ ഉപരാഷ്ട്രപതിയാണ്. എന്നാൽ ലോക്സഭ എന്ന് പറഞ്ഞാൽ ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കുന്ന 543 അംഗങ്ങളാണ്. ഓക്കെ, 5 വർഷമാണ് കാലാവധി. അതെല്ലാം ഓർക്കണം. എപ്പോഴും എക്സാമിൽ ചോദിക്കും. നമുക്ക് അറിയുന്നതാണെന്ന് വിചാരിച്ച് നമ്മൾ വിട്ടുപോകും. പക്ഷെ ശ്രദ്ധിച്ച് വായിക്കണം. നമ്മുടെ രാഷ്ട്രപതി പാർലമെൻറ്റ് അംഗമല്ല. എന്നാൽ അദ്ദേഹം പാർലമെൻറ്റിൽ അവിഭാജ്യ ഘടകമാണ്. പാർലമെൻറ്റ് സമ്മേളനം വിളിക്കുക, സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുക, ബില്ലുകൾക്ക് അംഗീകാരം നൽകുക എന്നീ ചുമതലകൾ നിർവഹിക്കുന്നതിനാലാണ് രാഷ്ട്രപതി ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ ഭാഗമാകുന്നത്. ഓക്കെ, രാഷ്ട്രപതി പാർലമെൻറ്റ് അംഗമല്ല എങ്കിലും അദ്ദേഹം പാർലമെൻറ്റിലെ അവിഭാജ്യ ഘടകമാണ്. പാർലമെൻറ്റ് സമ്മേളനം വിളിക്കുകയും സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയും ബില്ലുകൾക്ക് അംഗീകാരം നൽകുക, ഈ ചുമതലകളൊക്കെ രാഷ്ട്രപതിയിൽ നിക്ഷിപ്തമാണ്. പാർലമെൻറ്റിൻ്റെ ചുമതലകളാണ് അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളത്. നിയമനിർമ്മാണമാണ് പാർലമെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട ചുമതല. നിയമനിർമ്മാണത്തിന് പാർലമെൻറ്റിൻ്റെ 2 സഭകളുടെയും അംഗീകാരം ആവശ്യമാണ്. ലോക്സഭയും രാജ്യസഭയും വെവ്വേറെ സമ്മേളിച്ചിട്ടാണ് നിയമനിർമ്മാണത്തിൽ പങ്കെടുക്കുന്നത്. നിയമത്തിൻ്റെ കരട് രൂപമാണ് ബില്ല്. ഒരു സാധാരണ ബില്ല് പാർലമെൻറ്റിലെ ഏത് സഭയിൽ വേണമെങ്കിലും നമുക്ക് അവതരിപ്പിക്കാം. ഒരു സാധാരണ ഒരു ബില്ലാണ് വരുന്നതെങ്കിൽ നമുക്ക് ലോക്സഭയിലോ രാജ്യസഭയിലോ എവിടെ വേണമെങ്കിലും അവതരിപ്പിക്കാം. ബില്ല് ആദ്യം പരിഗണിക്കുന്ന സഭയെ നമ്മൾ എന്ത് വിളിക്കും? 1ാം സഭ എന്നും
രണ്ടാമത് പരിഗണിക്കുന്ന സഭയെ രണ്ടാം സഭയെന്നും വിളിക്കും. രണ്ട് സഭകളിലും വിവിധ ഘട്ടങ്ങളിലൂടെ ബില്ല് കടന്നു പോകുന്നുണ്ട്. ബില്ല് ഒന്നാം സഭയിൽ ഒന്നാം വായന നടക്കും, രണ്ടാം വായന നടക്കും, മൂന്നാം വായന നടക്കും. രണ്ടാം സഭയിലും ഒന്നാം വായനയും രണ്ടാം വായനയും മൂന്നാം വായനയും നടന്നതിന് ശേഷമാണ് പ്രസിഡന്റിൻ്റെ അംഗീകാരം ഒരു ബില്ലിന് ലഭിക്കുന്നത്. അങ്ങനെയാണ് അതൊരു നിയമമായി മാറുന്നത്. ഒരു ബില്ല് നിയമമാകുന്നതിൻ്റെ വിവിധ ഘട്ടങ്ങൾ നമുക്ക് നോക്കാം. ഒന്നാം വായന ബില്ല് അവതരിപ്പിക്കുകയാണ്. രണ്ടാം വായനയിൽ ബില്ലിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഓരോ വകുപ്പും പ്രത്യേകം ചർച്ച ചെയ്ത് പാസ്സാക്കുകയോ മാറ്റം വരുത്തുകയോ നിരാകരിക്കുകയോ ഒക്കെ ചെയ്യുന്നത് രണ്ടാം വായനയിലാണ്. ഓക്കെ, എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് ഒക്കെ വരുത്തുന്നത് രണ്ടാം വായനയിലാണ്. എന്നാൽ മൂന്നാം വായനയിലോ ബില്ല് ഒന്നെങ്കിൽ മൊത്തത്തിൽ പാസ്സാക്കും അല്ലെങ്കിൽ നിരാകരിക്കും. അവിടെ വലിയ പ്രോസസ്സൊന്നും നടക്കുന്നില്ല. ഒന്നാം വായനയിൽ ജസ്റ്റ് നമ്മൾ അതുപോലെ തന്നെ അവതരിപ്പിച്ചു. രണ്ടാം വായനയിലാണ് അതിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങളൊക്കെ വരുത്തുന്നത്. മൂന്നാം വായനയിൽ എന്താ ചെയ്യുന്നത്? ഒന്നെങ്കിൽ ആ ബില്ലിനെ നിരാകരിക്കാം അല്ലെങ്കിൽ അതിനെ പാസ്സാക്കാം. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പാർലമെൻറ്റിൻ്റെ സമ്മേളനങ്ങളെ കുറിച്ചിട്ടാണ്. പാർലമെൻറ്റിൻ്റെ 2 സമ്മേളനങ്ങൾക്കിടയിൽ 6 മാസത്തിൽ കൂടുതൽ ഇടവേള ഉണ്ടാവരുതെന്ന് ഭരണഘടന അനുശാസിക്കുന്നുണ്ട്. എല്ലാ വർഷവും ഇന്ത്യൻ പാർലമെൻറ്റ് 3 തവണ സമ്മേളിക്കുന്നു. വർഷകാല സമ്മേളനം, ശീതകാല സമ്മേളനം, വേനൽക്കാല സമ്മേളനം എന്നീ പേരുകളിൽ അവ അറിയപ്പെടുന്നു. രാജ്യസഭ ചില സാഹചര്യങ്ങളിൽ 4 സമ്മേളനങ്ങൾ ചേരാറുണ്ട്. അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ചോദ്യോത്തര വേളയെക്കുറിച്ചിട്ടാണ്. എന്താണ് ചോദ്യോത്തര വേള? പാർലമെൻറ്റിലെ ഒരു ദിവസത്തെ നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നത് ചോദ്യോത്തര വേളയോടെയാണ്. ഓക്കെ, എല്ലാ ദിവസവും 11 മണിക്ക് സമ്മേളനം ആരംഭിക്കും. അതും ഏതൊരു എക്സാമിൽ ചോദിച്ചിട്ടുണ്ട്, എത്ര മണിക്കാണ് പാർലമെൻറ്റിൻ്റെ സമ്മേളനം ആരംഭിക്കുന്നത്? 11 മണിക്കാണ്. തുടർന്നുള്ള ഓരോ മണിക്കൂർ ഭരണപരമായ ഏത് വിഷയത്തിലും അംഗങ്ങൾക്ക് ചോദ്യങ്ങൾ ഉന്നയിക്കാം. ചോദ്യങ്ങൾക്ക് അതത് വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിമാരാണ് മറുപടി നൽകുന്നത്. 11 മണിക്കാണ് ചോദ്യോത്തരവേള ആരംഭിക്കുന്നത്. എന്നാൽ ഇത് സംസ്ഥാന നിയമസഭകൾ സമ്മേളിക്കുന്ന സമയക്രമം ഇതിൽ നിന്നും വ്യത്യാസം വരുന്നുണ്ട്. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സംയുക്ത സമ്മേളനത്തെക്കുറിച്ചിട്ടാണ്. പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനം. 2 സഭകളില്ലേ, ലോക്സഭയും രാജ്യസഭയും. ഈ സഭകൾക്കിടയിൽ ബില്ലിനെ സംബന്ധിച്ച് അഭിപ്രായ വ്യത്യാസങ്ങൾ വരും. അങ്ങനെ ഉണ്ടാകുമ്പോൾ ഒരു സംയുക്ത സമ്മേളനം വിളിക്കുകയും തീരുമാനം എടുക്കുകയും ചെയ്യും. പാർലമെൻറ്റിൽ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് ആരാണ്? നമ്മുടെ രാഷ്ട്രപതിയാണ് സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത്. ലോക്സഭാ സ്പീക്കറുടെ അധ്യക്ഷതയിലായിരിക്കും സംയുക്ത സമ്മേളനം ചേരുക. ഓക്കെ, സംയുക്ത സമ്മേളനം ചേരുന്ന സമയത്ത് ആരായിരിക്കും അധ്യക്ഷനായി വരുന്നത്? ലോക്സഭാ സ്പീക്കറായിരിക്കും. ലോക്സഭാ സ്പീക്കറായിരിക്കും അധ്യക്ഷനായിട്ട് വരുന്നത്. വിളിച്ചു ചേർക്കുന്ന വ്യക്തി നമ്മുടെ രാഷ്ട്രപതിയാണ്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ശൂന്യവേളയാണ്. 12 മണിക്ക് ചോദ്യോത്തര വേള അവസാനിക്കും. 11 മണിക്കാണല്ലോ ചോദ്യോത്തര വേള സ്റ്റാർട്ട് ചെയ്തത്, 1 മണിക്കൂറാണ്. അപ്പോൾ 12 മണിക്ക് ചോദ്യോത്തര വേള അവസാനിക്കും. ചോദ്യോത്തര വേളയ്ക്ക് ശേഷം മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള അജണ്ടകളിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പുള്ള ചെറിയ സമയമാണ് ശൂന്യവേള എന്ന് അറിയപ്പെടുന്നത്. സമയം 12 മണിയാകുന്നതിനാലാണ് ഈ പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ശൂന്യവേള എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് സമയമാണ്? 12 മണിയാണ് ശൂന്യവേള. അടിയന്തര പ്രമേയം, ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയം തുടങ്ങിയവ പരിഗണനയ്ക്ക് വരുന്നത് ഈ സമയത്തായിരിക്കും. ഓക്കെ, അടിയന്തര പ്രമേയവും ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയവും ഒക്കെ ഈ ശൂന്യവേളയുടെ സമയത്ത് വരും, 12 മണിക്ക്. ശൂന്യവേള 5 മുതൽ 15 മിനിറ്റ് വരെ ദൈർഘ്യം ഉണ്ടാകും. ശൂന്യവേള എത്ര മിനിറ്റ് ആയിരിക്കും? 5 മിനിറ്റ് മുതൽ 15 മിനിറ്റ് വരെ ആയിരിക്കും നമ്മുടെ ശൂന്യവേള. എത്ര മണിക്കാണ് ശൂന്യവേള? 12 മണിക്ക്. ചോദ്യോത്തരവേള 11 മണിക്കുമാണ്. ഓക്കെ, ഇതൊക്കെ ലോക്സഭയുടെയും രാജ്യസഭയുടെയും കേസസാണ് നമ്മൾ പറഞ്ഞത്. സംസ്ഥാന നിയമസഭകളിൽ ഇതിലൊക്കെ ചെറിയ ചേഞ്ചസ് വരും. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ധനബിൽ അഥവാ മണി ബില്ലിനെ കുറിച്ചിട്ടാണ്. പൊതുഖജനാവിലേക്കുള്ള ധനസമാഹരണം, പണത്തിൻ്റെ വിനിയോഗം എന്നിവയുമായി ബന്ധപ്പെട്ട ബില്ലാണ് ധനബില്ല്. ഓക്കെ, ഒരു ധനബിൽ ലോക്സഭയിൽ മാത്രമേ ആദ്യം അവതരിപ്പിക്കാൻ പാടുള്ളൂ. ധനബില്ല് എവിടെയാണ് ഫസ്റ്റ് അവതരിപ്പിക്കേണ്ടത്? മണി ബില്ല് ലോക്സഭയിൽ മാത്രമേ ആദ്യം അവതരിപ്പിക്കാൻ പറ്റുള്ളൂ. ലോക്സഭ പാസ്സാക്കി കഴിഞ്ഞാൽ ധനബില്ലാണെന്ന് സ്പീക്കറുടെ സാക്ഷ്യപത്രത്തോടെ രാജ്യസഭയിലേക്ക് അയക്കുകയാണ് ചെയ്യുന്നത്. ആ ധനബില്ല് ലോക്സഭ പാസ്സാക്കി കഴിഞ്ഞാൽ ധനബില്ലാണെന്ന സ്പീക്കറുടെ സാക്ഷ്യപത്രത്തോട് കൂടിയിട്ടാണ് ഇത് രാജ്യസഭയിലേക്ക് അയക്കുന്നത്. ലഭിച്ച 14
ദിവസങ്ങൾക്കകം രാജ്യസഭ നിർദ്ദേശങ്ങൾ സഹിതം ലോക്സഭയിലേക്ക് തിരിച്ചയക്കണം. ഓക്കെ, അത് ലഭിച്ചു കഴിഞ്ഞ് 14 ദിവസം കൊണ്ട് രാജ്യസഭ നിർദ്ദേശങ്ങൾ സഹിതം ലോക്സഭയിലേക്ക് ഇത് തിരിച്ചയക്കണം. ലോക്സഭയ്ക്ക് രാജ്യസഭയുടെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുകയോ തള്ളിക്കളയുകയോ ചെയ്യാം. ഇനി നമുക്ക് പാർലമെൻറ്റിൻ്റെ ചുമതലകളെ കുറിച്ചിട്ടാണ് പഠിക്കാനുള്ളത്. എന്തെല്ലാം ചുമതലകൾ നമ്മുടെ പാർലമെൻറ്റിനുണ്ട്? നിയമങ്ങൾ നിർമ്മിക്കാനുള്ള ചുമതല മാത്രമല്ല, മറ്റു പലതുമുണ്ട്. കാര്യനിർവഹണ വിഭാഗത്തെ നിയന്ത്രിക്കൽ, തെരഞ്ഞെടുപ്പ് ചുമതല, ഭരണഘടനാ ഭേദഗതി, ഇതെല്ലാം പാർലമെൻറ്റിൻ്റെ മറ്റു ചുമതലകളാണ്. നമുക്ക് നോക്കാം. കാര്യനിർവഹണ വിഭാഗത്തെ എങ്ങനെയൊക്കെയാണ് നിയന്ത്രിക്കുന്നത്? ചോദ്യങ്ങൾ ഉന്നയിക്കൽ, ബില്ലുകളും പ്രമേയങ്ങളും ചർച്ച ചെയ്യൽ, അവിശ്വാസ പ്രമേയം അംഗീകരിക്കുകയോ നിരസിക്കുകയോ ചെയ്യൽ. ഇതെല്ലാം കാര്യനിർവഹണ വിഭാഗത്തിനെ നിയന്ത്രിക്കലായിട്ട് പാർലമെൻറ്റിന് വരുന്ന ചുമതലകളാണ്. ചോദ്യങ്ങൾ ഉന്നയിക്കൽ, ബില്ലുകളും പ്രമേയങ്ങളും ചർച്ച ചെയ്യൽ, അവിശ്വാസ പ്രമേയം അംഗീകരിക്കുകയോ നിരസിക്കുകയോ ചെയ്യൽ. അടുത്തതായിട്ട് നമ്മുടെ പാർലമെൻറ്റിന് വരുന്ന തിരഞ്ഞെടുപ്പ് ചുമതല എന്താണ്? രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി എന്നിവരുടെ തിരഞ്ഞെടുപ്പ് ആര് നടത്തണം? പാർലമെൻറ്റ് നടത്തണം. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി എന്നിവരുടെ തിരഞ്ഞെടുപ്പ്. അടുത്തതായി വരുന്നത് ഭരണഘടനാ ഭേദഗതിയാണ്. ഭരണഘടനാ വകുപ്പുകളിൽ കാലാനുസൃതമായ മാറ്റം വരുത്തൽ. അപ്പോൾ ഇതെല്ലാം പാർലമെൻറ്റിൻ്റെ മറ്റു ചുമതലകളാണ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ അഥവാ സംസ്ഥാന നിയമസഭയെ കുറിച്ചിട്ടാണ്. ഇവിടെ കേരള നിയമസഭാ മന്ദിരത്തിൻ്റെ ഒരു ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും നിയമനിർമ്മാണ സഭകളുണ്ട്. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പരിധിയിൽ വരുന്ന വിഷയങ്ങളെ നിയമനിർമ്മാണം നടത്തുന്ന ഇവയാണ്. ഇന്ത്യയിൽ ഭൂരിഭാഗം സംസ്ഥാനങ്ങളിലും നിയമനിർമ്മാണത്തിന് ഒരു സഭ മാത്രമേ ഉള്ളൂ. കേരളത്തിലൊക്കെ ഒരൊറ്റ സഭയേ ഉള്ളൂ. ഒരു സഭ മാത്രമുള്ള നിയമനിർമ്മാണ സഭയെ ഏകമണ്ഡല നിയമനിർമ്മാണ സഭ എന്നാണ് വിളിക്കുന്നത്. ചുരുക്കം ചില സംസ്ഥാനങ്ങളിൽ ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭയുണ്ട്. ആ സംസ്ഥാനങ്ങളാണ് നമ്മുടെ കൊടുത്തിരിക്കുന്നത്. ബീഹാർ, UP, മഹാരാഷ്ട്ര, കർണാടക, ആന്ധ്രാപ്രദേശ്, തെലുങ്കാന, ജമ്മു കാശ്മീർ എന്നീ സംസ്ഥാനങ്ങളിൽ 2 സഭകളുണ്ട്. അവിടെയൊക്കെ അധോസഭയെന്നും ഉപരിസഭയെന്നും 2 സഭകളുണ്ട്. അധോസഭയെ നിയമസഭ ലെജിസ്ലേറ്റീവ് അസംബ്ലി എന്നും ഉപരിസഭയെ നിയമസമിതി അഥവാ ലെജിസ്ലേറ്റീവ് കൗൺസിൽ എന്നുമാണ് വിളിക്കുന്നത്. ഏതെല്ലാം സംസ്ഥാനങ്ങളിലാണ് ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭയുള്ളത് എന്തായാലും പഠിക്കണം. ബീഹാറിൽ, UPയിൽ, കൂടാതെ മഹാരാഷ്ട്രയിൽ, കർണാടകയിൽ, ആന്ധ്രാപ്രദേശ്, തെലുങ്കാന, ജമ്മു കാശ്മീരിലൊക്കെയാണ് ഉള്ളത്. ജമ്മു കാശ്മീരിൽ ഇപ്പോൾ ഉണ്ടോ? ഇപ്പോൾ ഉണ്ടാവാൻ ചാൻസ് ഇല്ലല്ലോ. അവർ ചേഞ്ച് ആയിട്ടുണ്ട് ജമ്മു കാശ്മീരിൽ തോന്നുന്നു. അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് കാര്യനിർവഹണ വിഭാഗത്തെക്കുറിച്ചാണ്. കാര്യനിർവഹണ വിഭാഗം ഇന്ത്യയിൽ 2 തലത്തിലുള്ള കാര്യനിർവഹണ വിഭാഗമാണ് ഉള്ളത്. കേന്ദ്ര കാര്യനിർവഹണ വിഭാഗവും സംസ്ഥാന കാര്യനിർവഹണ വിഭാഗവും. രാഷ്ട്രപതിയും കേന്ദ്രമന്ത്രിമാരും ഉദ്യോഗസ്ഥ വൃന്ദവും അടങ്ങിയതാണ് കേന്ദ്ര കാര്യനിർവഹണ വിഭാഗം. രാഷ്ട്രപതിയും കേന്ദ്രമന്ത്രിമാരും തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. ഇവരെ രാഷ്ട്രീയ കാര്യനിർവഹണ വിഭാഗം അഥവാ പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ്സ് എന്നാണ് വിളിക്കുന്നത്. എന്നാൽ ഉദ്യോഗസ്ഥ യോഗ്യതയെ അടിസ്ഥാനമാക്കി നിയമിക്കപ്പെടുന്നതിനാൽ ഇവർ സ്ഥിര കാര്യനിർവഹണ വിഭാഗമാണ്. ഉദ്യോഗസ്ഥർ പെർമനന്റ് എക്സിക്യൂട്ടീവ്സ് എന്നാണ് അറിയപ്പെടുന്നത്. വിരമിക്കുന്നതുവരെ ഇവർ സർവീസിൽ തുടരും. നമ്മുടെ പ്രഥമ രാഷ്ട്രപതിയാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. 5 വർഷക്കാലത്തേക്കാണ് രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത്. ഒരു ഇലക്ട്രൽ കോളേജാണ് രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത്. 5 വർഷത്തേക്കാണ് നമ്മുടെ രാഷ്ട്രപതിയെ നിയമിക്കുന്നത്. നമുക്ക് അടുത്തതായിട്ട് ഇലക്ട്രൽ കോളേജിലെ അംഗങ്ങൾ ആരൊക്കെയാണെന്ന് നോക്കാം. ലോക്സഭയിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ, രാജ്യസഭയിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ, സംസ്ഥാന നിയമസഭകളിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ. ഇവരാണ് നമ്മുടെ രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്ന ഇലക്ട്രൽ കോളേജിലുള്ളത്. ലോക്സഭയിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ, രാജ്യസഭയിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ, കൂടാതെ സംസ്ഥാന നിയമസഭകളിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ. ഒരു രാഷ്ട്രപതിയാകാനുള്ള യോഗ്യത എന്താണ്? ഇന്ത്യൻ പൗരനായിരിക്കണം. ഒരു വിദേശിക്ക് വന്ന് ഒരിക്കലും ഇന്ത്യയുടെ രാഷ്ട്രപതിയാവാൻ പറ്റില്ല. ഇന്ത്യൻ പൗരനായിരിക്കണം. കൂടാതെ 35 വയസ്സ് പൂർത്തിയായിരിക്കണം. ലോക്സഭാംഗമാകുന്നതിനുള്ള എല്ലാ യോഗ്യതയും ഉണ്ടാകണം. ഇന്ത്യൻ പൗരനായിരിക്കണം, 35 വയസ്സ് പൂർത്തിയായിരിക്കണം, ലോക്സഭാംഗമാക്കാനുള്ള എല്ലാ യോഗ്യതയും ഉണ്ടാകണം. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ എല്ലാ കാര്യനിർവഹണ അധികാരങ്ങളും
ആരിൽ നിക്ഷിപ്തമാണ്? രാഷ്ട്രപതിയിൽ നിക്ഷിപ്തമാണ്. അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് രാഷ്ട്രപതിയുടെ ചുമതലകളാണ്. പ്രധാനമന്ത്രിയെയും മന്ത്രിമാരെയും നിയമിക്കൽ, സുപ്രീം കോടതിയിലും ഹൈക്കോടതികളെയും ചീഫ് ജസ്റ്റിസിനെയും മറ്റ് ജഡ്ജിമാരെയും നിയമിക്കൽ, സർവ സൈന്യാധിപനായി പ്രവർത്തിക്കൽ, രാജ്യസഭയിലേക്ക് 12 അംഗങ്ങളെയും ലോക്സഭയിലേക്ക് 2 അംഗങ്ങളെയും നാമനിർദ്ദേശം ചെയ്യുന്നു. പാർലമെന്റ് പാസാക്കിയ ബില്ലുകൾക്ക് അംഗീകാരം നൽകൽ, ആവശ്യമായി വന്നാൽ രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കൽ. താങ്ക് യു ഡിയേഴ്സ്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബാക്കി ഉപരാഷ്ട്രപതി അങ്ങനെ കുറച്ച് ഡീറ്റെയിൽസ് കൂടി ഡിസ്കസ് ചെയ്യാനുണ്ട്. അത് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു എവ്രി വൺ.